ഹായ് ഓൾ, എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എയർ ഫ്രൈ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ എയർ ഫ്രയർ. അതിൽ നല്ല ഈസിലി എങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ എയർ ഫ്രൈയിൽ അടിയിലൊന്നും പിടിക്കാതെ കരിഞ്ഞു പോവാതെ എങ്ങനെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്യാമെന്നുള്ളതും ഒരു ടിപ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പകുതി തക്കാളി നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പകുതി സവാള എടുത്തിട്ടുണ്ട്. അതും നല്ല ചെറുതാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതാ മല്ലിയില കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം മല്ലിയില എടുത്തിട്ടുണ്ട്. അതും നല്ല ചെറുതാക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നത്. പിന്നെ ഇതാ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കമും പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം സോയാ സോസ് ഇട്ട് പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർക്കുന്നുണ്ട്. അത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ഉടച്ചെടുക്കണം. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ഉടഞ്ഞ രീതിയിലാണ് നമുക്ക് മിക്സായി കിട്ടേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മസാലയൊക്കെ റെഡിയായതിനു ശേഷം നമ്മുടെ ഇതാ ചിക്കനിലോട്ട് വരയൊക്കെ ഇട്ടിട്ടുള്ള റെഡിയാക്കി വെച്ചതാണ്. 2 ലെഗ് പീസും 1 ബ്രസ്റ്റ് പീസും ആയിട്ട് എടുത്തതാണ്. നമ്മൾക്ക് പീസാക്കിയിട്ടും വേണമെങ്കിൽ ഫ്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു മസാല നന്നായിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഇതുപോലെ മിക്സാക്കിയ ശേഷം ഇതൊരു 4-5 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാലയൊക്കെ ഇറങ്ങി ഈ ഒരു വെജിറ്റബിൾസൊക്കെ ചേർത്തതുകൊണ്ട് അതിൻ്റെ എല്ലാം നീരിറങ്ങി നമ്മൾ ചിക്കനിലോട്ട് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു കീസിലോട്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് പിടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ എയർ ഫ്രൈയിൽ ഫ്രൈ ചെയ്യുമ്പോഴല്ലേ നല്ല ടേസ്റ്റാണ്. നമ്മൾ നോർമൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എയർ ഫ്രൈയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള ലാഭം എന്ന് വെച്ചാൽ നമുക്ക് ടൈം ഒരുപാട് ലാഭിക്കാം. നമ്മളതിങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു ടൈം വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ടൈം വരെ നമുക്കത് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ 5 മണിക്കൂർ എടുത്തതാണ്. 5 മണിക്കൂറിന് ശേഷമുള്ളതാണ് തൊട്ട്. അപ്പോൾ അത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളിപ്പോൾ ഫ്രീസറിലാണ് ഇത് വെക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് വെച്ച് തണുപ്പെല്ലാം പോയതിന് ശേഷമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാൻ പാടില്ല. ഇനി നമ്മുടെ എയർ ഫ്രയർ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു തട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിലേക്കെല്ലാം മസാല പൊട്ട് കരിഞ്ഞിട്ടും അങ്ങനെയെല്ലാം ഉണ്ടാവും. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബട്ടർ പേപ്പറാണ് കേട്ടോ. ഇത് ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് നമ്മൾക്കിതിലേക്ക് വെക്കാം. ഇതൊരു ചെറിയൊരു ഓവൺ തന്നെയാണ് കേട്ടോ. നമ്മൾക്കിതിലേക്ക് കേക്കെല്ലാം ബേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു മിനി ഓവൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓവണിൽ വെക്കുന്ന എല്ലാ ടൈപ്പും നമ്മൾ ഇതിലും കുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഒരുപാട് റെസിപ്പീസൊക്കെ ഇതിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ മസാല ഒന്നും അടിയിൽ പോലെ എല്ലാം അതിൽ ആ ബട്ടർ പേപ്പറിലുണ്ടാവും. പിന്നെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റും നല്ല ഒരു എന്താ പറയുക ആ ഒരു ജ്യൂസി ആയിട്ടും ഉണ്ടാവും. അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ തന്നെ പിടിക്കും. പിന്നെ നമ്മളിതിൽ കുറച്ചൊന്ന് ഓയിലും കൂടി തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ചിക്കൻ ഇതിൽ വെച്ചതിന് ശേഷമാണ് ഇതിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുന്നത്. ഒലീവ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ മസാലയിലിട്ടാലും മതി, മസാലയിലിട്ട് മിക്സാക്കി എടുത്താലും മതി. ഞാൻ ഇവിടെ ചിക്കനിലോട്ട് തന്നെ ഡയറക്റ്റ് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാണ്. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിത് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 180 ഡിഗ്രി ഹീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരു 10 മിനിറ്റ് വരെ വെച്ച് ടോട്ടലായിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ഒരു സൈഡേക്ക് വെക്കണം. 2 സൈഡും മാറി മാറി നമുക്ക് തിരിച്ചിട്ടിട്ടൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമുക്കിത് ഇടയ്ക്ക് തുറക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. 10 മിനിറ്റ് ആയതിനു ശേഷം ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്കൊന്ന് 10 മിനിറ്റ് കൂടെ വെക്കാം. അപ്പോൾ അതാ വീണ്ടും 10 മിനിറ്റ് ആയതിനു ശേഷം ഇതാ നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടിഭാഗം ചെറുതായിട്ടൊക്കെ വെന്തിട്ടുണ്ടാവും, എന്നാലും നമ്മളത് ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്കിതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടോട്ടലായിട്ട് 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് വേവിക്കാൻ. അപ്പോൾ 180 ഡിഗ്രിയിലാണെങ്കിൽ നമുക്ക് ഇത്ര എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഇതാ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഇതിൽ ഫ്രൈ ചെയ്യുമ്പോൾ വേറെന്നൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടും കാണിച്ചു തരാം. നല്ല ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കിയ ആ ഒരു എയർ ഫ്രൈൻ്റെ ഉള്ളും കൂടെ നമുക്കൊന്ന് കാണണ്ടേ. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളുഭാഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ എയർ ഫ്രൈൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഒട്ടും കരിയും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റി. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത കിടിലൻ റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.